പോകുമ്പോൾ ലൈംഗികാതിക്രമ കേസിൽ നടൻ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പിഗ്മാൻ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് കയറി പിടിച്ചെന്ന നടിയുടെ പരാതി സാങ്കല്പിക കാര്യങ്ങളാണെന്നാണ് ജയസൂര്യ ഹർജിയിൽ പറയുന്നത്. 2012 ജനുവരി 1-നും 2013 ഡിസംബർ 31-നും ഇടയിലാണ് സംഭവമെന്ന് നടി പറയുന്നു. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകും. നവമി, ഗുഡ് മോർണിംഗ്. എന്തായാലും ജയസൂര്യ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അല്ലെ ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. ഈ നടിയുടെ ആരോപണമൊക്കെ സാങ്കല്പികമാണ് എന്നുള്ളതാണ് ജയസൂര്യ പറയുന്നത്. അത് എത്രത്തോളം കോടതിയിൽ നിലനിൽക്കും? നടിയുടെ പരാതിയിൽ ഏത് സമയത്ത് എവിടെ വെച്ച് കൃത്യമായി ഏത് ദിവസം ആക്രമിച്ചു എന്നതൊക്കെ കൃത്യമായി പരാമർശിച്ചിട്ടില്ലേ? വെരി ഗുഡ് മോർണിംഗ് അശ്വതി, ആര്യ. ഇന്ന് നടൻ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. 2 കേസുകളിലാണ് ഇന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യ അപേക്ഷ പരിഗണിക്കുക. ആദ്യം തിരുവനന്തപുരത്തുള്ള ഒരു നടി നൽകിയ പരാതി, അത് ഈ പിഗ്മാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തൊടുപുഴയിൽ വെച്ച് അവിടെ വെച്ചിട്ട് ജയസൂര്യ തന്നോട് മോശമായി പെരുമാറി എന്നൊരു പരാതി. മറ്റൊന്ന് എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതി, അത് കണ്ണോൺമെന്റ് കളക്ടറേറ്റിൽ അവിടെ വെച്ചിട്ടാണ് തനിക്കെതിരെ മോശമായിട്ടുള്ള ഒരു സിനിമാ ചിത്രീകരണ വേളയിൽ ഒരു മോശം രീതിയിൽ ജയസൂര്യ തന്നോട് പെരുമാറി. അങ്ങനെ 2 പരാതികളാണ്, 2 നടിമാരുടെ പരാതികളിലാണ് ജയസൂര്യ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ജയസൂര്യ പ്രധാനമായും പറയുന്നത് ഈ പറയുന്ന തീയതികൾ, അതായത് ഈ പരാതിയിൽ പറയുന്ന ഈ പിഗ്മാൻ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ നടിയോട് താൻ മോശമായി പെരുമാറി എന്ന് പറയുന്ന തീയതികളിൽ ആ സമയങ്ങളിൽ ഷൂട്ട് നടന്നിരുന്നില്ല. ആദ്യം ഈ കേസ് കരമന രജിസ്റ്റർ ചെയ്യുന്നു, പിന്നീട് അത് ആദ്യം എറണാകുളത്ത് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നീട് അത് കരമനയിലേക്ക് കൈമാറുന്നു. പിന്നീടാണ് സംഭവം നടന്ന തൊടുപുഴയിലാണെന്ന് പറഞ്ഞ് തൊടുപുഴയിലേക്ക് കേസ് കൈമാറുന്ന സാഹചര്യം ഉണ്ടായി. ഇത് തന്നെ ഈ നടി, ഈ പരാതിയുമായി രംഗത്തെത്തിയ നടി, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ മറ്റേതോ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് ജയസൂര്യ ആവർത്തിച്ചു പറയുന്നത്. മറ്റൊരു കാര്യം, ജയസൂര്യ വിദേശത്താണ്, അമേരിക്കയിലാണെന്നാണ് വിവരം ലഭിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ FIRന്റെ കോപ്പി താൻ കൈപ്പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഈ കേസിൽ ഏതൊക്കെ വകുപ്പുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് തനിക്കറിയില്ല. IPC വകുപ്പായതിനാൽ അത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ തനിക്കറിയില്ല ഏതൊക്കെ വകുപ്പുകളാണ് തനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്, എന്ത് പരാതിയാണ് തനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ന് തനിക്കറിയില്ല. അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകണം, തന്റെ അറസ്റ്റ് തടയണം, ബുധനാഴ്ച താൻ നാട്ടിലെത്തും, അതിനുശേഷം കേസുമായി സഹകരിക്കാം എന്നുകൂടി ജയസൂര്യ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ജയസൂര്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. 2 കേസുകളിൽ കൂടി മുൻകൂർ ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജയസൂര്യ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായും ജയസൂര്യ പറയുന്നത്, ഈ പരാതി പറയുന്ന തീയതികളിൽ ആ ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് താൻ ഈ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഈ നടിമാരോട് മോശമായി പെരുമാറിയെന്ന് പറയാൻ കഴിയുക എന്നുള്ളൊരു വാദമാണ് പ്രധാനമായും ജയസൂര്യ ഉന്നയിക്കുന്നത്. അത് അന്ന ദിവസം ഷൂട്ട് നടന്നില്ല എന്നടക്കമുള്ള തെളിവുകളും തനിക്ക് ഹാജരാക്കാൻ കഴിയുമെന്നും ജയസൂര്യ പറയുന്നുണ്ട്. അതാണ് നവമിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. മറ്റൊന്ന് ഒമർ ലുലുവിന്റെ കാര്യം.